ഈ വർഷത്തെ +1 അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു 2-3 വീഡിയോകൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റുകൾ, ആദ്യം പ്രധാനമായിട്ടുള്ള ഡേറ്റുകളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നീട് സംഭവിക്കാവുന്ന തെറ്റുകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്. അപ്പോൾ ഈയിടെ ആയിട്ട് 2-3-4 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് പല സംശയങ്ങളും ചോദിച്ച് വിളിക്കുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ വളരെ പ്രധാനമായിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് അതിനൊന്ന് ആൻസർ ചെയ്യുക, അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. കാരണം ഞാൻ ഇന്നും HSCAPൽ സ്റ്റാറ്റസ് നോക്കിയപ്പോഴും ഏകദേശം 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇനി ഒരു 3 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ, ഏകദേശം 2.5-3 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അവർക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനുണ്ട്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരു സമയം വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ആഫ്റ്റർ ബക്രീദ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ജൂൺ 3-ാം തീയതി വരെ സമയമുണ്ട്. അതിനിടയിൽ കിട്ടാവുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ കളക്ട് ചെയ്ത് എന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിലേക്ക് നീങ്ങാം എന്നുള്ളതായിരിക്കും നല്ല തീരുമാനമാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച്, ഇതിനോടകം അതിലേക്ക് ഇറങ്ങിയ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അവരുമായി ബന്ധപ്പെട്ടവർ, പ്രത്യേകിച്ച് അക്ഷയ സെന്ററുകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ആയിട്ട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ്, എത്ര വരെ പ്രധാനമായിട്ടും ഒരു കുട്ടിക്ക് എത്ര വരെ അപേക്ഷകൾ കൊടുക്കാം, എത്ര വരെ ഓപ്ഷൻസ് കൊടുക്കാം, പ്ലസ് മാക്സിമം ഓപ്ഷൻസ് കൊടുത്തതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അതല്ല ഇനി കുട്ടിക്ക് താല്പര്യമില്ലാത്ത ഓപ്ഷൻസും ഒക്കെ ആയിട്ട് മാക്സിമം ഒരു സ്കൂളിലെ കോമ്പിനേഷൻസും മാക്സിമം ഓപ്ഷൻസ് കൊടുത്തു എന്നുള്ളതുകൊണ്ട് അഡ്മിഷൻ കിട്ടുന്നിടത്ത് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ, അങ്ങനെ പറയുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പൊ അതിനെ നമ്മൾക്കൊന്ന്, അത് ഒരുപാട് പേർക്ക് മുന്നനുഭവങ്ങളുള്ളവർക്ക് അറിയാം, അവിടെയൊക്കെയുള്ള ചില ചതിക്കുഴികളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നിടത്ത് ചിലയിടത്തൊക്കെ നമ്മൾ അവിടെ പെട്ടുപോകും, ചിലയിടത്ത് അവിടെ ലോക്കായി പോകും ചില സ്കൂളുകളിൽ നിന്ന്. പിന്നെ അവിടെ നിന്ന് ചാടി വരാൻ സാധിക്കില്ല. പിന്നെ പറ്റാവുന്നത് അവിടെയൊക്കെ ടെർമിനേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും കോട്ടകളിലേക്ക് കയറുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എത്ര അപേക്ഷകൾ കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ആൻസർ എന്ന് പറയുന്നത്, ഒരു ജില്ലയിൽ ഒരു അപേക്ഷ, ഒരു ജില്ലയിൽ ഓൺലൈനായിട്ട് സിംഗിൾ വിൻഡോ പ്രകാരം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ സ്പോർട്സ് കോട്ട വേറെ ഉണ്ടാവും, കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് അതൊക്കെ വേറെയാണ്. ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള സിംഗിൾ വിൻഡോ അപേക്ഷകൾ ഒരു ജില്ലയിൽ ഒന്ന് കൊടുക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു 3 ജില്ലകൾക്ക് അടുത്ത് കിടക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്ക് പോകാൻ വേണ്ടി വേറെ ജില്ലകളിൽ കൊടുക്കാം. ഒരു ജില്ലയിൽ ഒന്ന് കൊടുക്കാം, മറ്റു ജില്ലയിൽ തൊട്ടപ്പുറത്തോ അല്ലെങ്കിൽ മറ്റു പഠിക്കാൻ താല്പര്യമുള്ള മറ്റേതെങ്കിലും സ്ഥാപനങ്ങളുള്ള ജില്ലയിലൊക്കെ റെസിഡൻഷ്യൽ ആയിട്ടൊക്കെ ചെയ്യാവുന്നതാണല്ലോ. അപ്പം അങ്ങനെയുള്ള അപേക്ഷ കൊടുക്കണമെങ്കിൽ ആ ജില്ലക്ക് അനുസരിച്ച് മറ്റൊരെണ്ണം, അപ്പം ആപ്ലിക്കേഷൻ നമ്പർ മാറും. നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ഒന്ന് തന്നെ ആവാം, OTP ഒക്കെ യൂസർ ID പാസ്വേഡ് ഒക്കെ, കാരണം ആപ്ലിക്കേഷൻ നമ്പറാണല്ലോ യൂസർ ID ആയിട്ട് വരുന്നത്. അപ്പം മലപ്പുറം ജില്ലയിലുള്ള വിദ്യാർത്ഥികൾ കൊടുക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഒന്ന് കൊടുക്കുന്നതോടൊപ്പം ആ കുട്ടിക്ക് കോഴിക്കോടോ അല്ലെങ്കിൽ കോട്ടയത്തോ ഒക്കെയുള്ള ഏതെങ്കിലും സ്ഥാപനത്തിന് അപേക്ഷ കൊടുക്കണം, ആ ജില്ലക്കായിട്ട് വേറെ ഒരെണ്ണം കൂടി കൊടുക്കണം. ഇതുപോലെ കോട്ടയവും തിരിച്ചു. അപ്പം അവിടുത്തെ ആദ്യത്തെ കൺഫ്യൂഷൻ തീർന്നു ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. അപ്പം ട്രയൽ വരുമ്പോൾ ഈ 3 ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസുകൾ നോക്കണം. ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ടെമ്പററി എടുക്കാം, അടുത്ത അലോട്ട്മെന്റിൽ മറ്റൊരു ജില്ലയിലാണ് കിട്ടുന്നതെങ്കിൽ അങ്ങോട്ട് മാറാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നീട് 2 ജില്ലകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരേ സമയം 2 ജില്ലയിലും അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല, ഒരു ജില്ല നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതിനെ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുകയോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാം. രണ്ടാമത്, ഒരു ജില്ലയിൽ തന്നെ എത്ര ഓപ്ഷൻസ് കൊടുക്കാം. എന്തായാലും ഒരു 10-100 ഓപ്ഷൻസ് ഒന്നും എന്തായാലും നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല. ഒരു 10-25 ഒക്കെ അല്ലേ, അതെന്തായാലും കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂള്, ദെൻ കോമ്പിനേഷൻ. ആദ്യം കൊടുക്കുന്നത് സ്കൂളാണ്, അതിലെ കോമ്പിനേഷൻസ് അല്ലേ. രണ്ടാമത് സ്കൂള് ഏതാണ്, അതിലെ കോമ്പിനേഷൻസ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോമ്പിനേഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ അതിലെ സബ്ജക്റ്റുകളും അതൊന്ന് വായിച്ചു നോക്കിയിട്ട്. ഇപ്പൊ സയൻസ് എന്ന് പറയുമ്പോൾ സയൻസ് 01 സയൻസ് ആണ്, 05 സയൻസ് ആണ്, 07 സയൻസ് ആണ് അല്ലേ. അപ്പൊ അവിടെ വ്യത്യാസമുണ്ട്. ഒന്ന് ബയോ സയൻസ് ആണ്, മറ്റൊന്ന് കമ്പ്യൂട്ടർ സയൻസ് ആണ്. വേറൊരെണ്ണം കമ്പ്യൂട്ടർ സയൻസ് തന്നെ ആണെങ്കിലും അവിടെ കോമ്പിനേഷൻസ് വേറെയാണ്. പിന്നെ കൊമേഴ്സ് ആണെങ്കിലും ഇതുപോലെ 36ഉം 37ഉം 38ഉം 39ഉം ഇതൊക്കെ കോമേഴ്സ് കോമ്പിനേഷൻസ് ആണ്. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻസ് ഉള്ളത് ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പൊ ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻസ് 11ഉം 12ഉം അങ്ങനെ തുടങ്ങി അവിടെ 42ഉം അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഹ്യൂമാനിറ്റീസിൽ ഏകദേശം 30-ലധികം കോമ്പിനേഷൻസ് ഹ്യൂമാനിറ്റീസിലുണ്ട്. അത് വ്യത്യസ്ത, ചിലടത്ത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യോളജി, ചിലപ്പോൾ ഹിസ്റ്ററി, ജേർണലിസം അങ്ങനെയൊക്കെ വരാം. എക്കണോമിക്സ്, പിന്നെ ഇതുപോലെ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയൊക്കെ ആയിട്ടുള്ളതുണ്ട്.
അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോമ്പിനേഷൻസ്. അപ്പോൾ നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ പൊതുവേ നമ്മൾ പറയും 3 സ്ട്രീമുകളാണ്: സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. പക്ഷെ ആ ഓരോ സ്ട്രീമുകളിലും കുറേ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം. ഒരിക്കലും നിങ്ങൾ അറിയാതെ നിങ്ങൾ സയൻസ് ആണ്, ഓക്കെ, സയൻസ് എന്നുള്ളതിലേക്ക് വന്നപ്പോൾ അവിടെ കോഡുകളൊക്കെ നോക്കി എന്നിട്ട് കൊടുത്തു, പക്ഷെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതിലേക്ക് എത്തിപ്പെടരുത് എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ സ്കൂളുകൾ എടുക്കുമ്പോൾ അത് നല്ല ശ്രദ്ധിക്കണം. സ്കൂളിൽ നിങ്ങൾ വെറുതെ സ്കൂൾ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ പേര് ശരിക്കും ഒന്ന് വായിച്ചു നോക്കണം. ആ സ്കൂളിൻ്റെ അഡ്രസ്സ്, അത് എവിടെയാണ് ലൊക്കേഷൻസ് എന്നുള്ളത്, നിങ്ങൾക്ക് അപ്രോച്ചബിൾ ആണോ എന്നുള്ളത്. അങ്ങനെയും സംഭവിക്കാറുണ്ട്. ചില വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ധൃതി കാരണം എൻ്റർ ചെയ്തു പോയപ്പോൾ ആ സ്കൂളിനെ ശ്രദ്ധിക്കാൻ വിട്ടുപോയി. കോമ്പിനേഷൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു, സ്കൂൾ അത് ഓക്കെ ആണെന്ന് കരുതിയിട്ടാണ് ആ കോഡ് അങ്ങോട്ട് അടിച്ചത്. പക്ഷെ ആ കോഡായിരിക്കില്ല നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളിൻ്റെത്. അങ്ങനെ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം. അത് കാര്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം എത്ര ആപ്ലിക്കേഷൻസ് കൊടുക്കാം, എത്ര കോമ്പിനേഷൻസ് കൊടുക്കാം. പിന്നെ ഒരെണ്ണം ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നത് പരമാവധി കോമ്പിനേഷൻ കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോന്നാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ, അതായത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത കോമ്പിനേഷനിൽ അവസാനത്തെ സ്കൂളുണ്ടല്ലോ, അവസാനത്തെ കോമ്പിനേഷൻ, ആ സ്കൂളും ആ കോഴ്സും നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാം എന്നാണെങ്കിൽ അവിടെ പഠിക്കാം. അവസാനമാണ്, വേറെ ഒന്നും കിട്ടാനില്ല, അവസാനത്തെ കോമ്പിനേഷൻ ആ സ്കൂളും ആ കോമ്പിനേഷൻസും അത് കിട്ടിയാൽ നിങ്ങൾക്ക് അവിടെ മറ്റു നിവൃത്തിയൊന്നുമില്ലെങ്കിൽ അവിടെ പഠിക്കാം എന്നാണെങ്കിലേ ആ കോമ്പിനേഷൻ കൊടുക്കാവൂ. എന്നാൽ അത് കിട്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റില്ല, പിന്നെ മറ്റെങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം, അത് നടക്കില്ല. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എപ്പോഴാണ് സംഭവിക്കുക? ഫസ്റ്റിലെ മുഖ്യ അലോട്ട്മെന്റ് കഴിഞ്ഞു, അതിനുശേഷം, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ്, അതിലെ സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ 3 അലോട്ട്മെന്റുകൾ കഴിഞ്ഞാൽ ജൂലൈ 2-ാം തീയതി ക്ലാസ് ആരംഭിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ടാണ്, നമ്മൾ ഡേറ്റുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരിക. എന്ന് പറഞ്ഞാൽ ഈ സ്കൂളുകളിലൊക്കെ മുഖ്യ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ കുറേ കുട്ടികൾ സ്പോർട്സ് കോട്ടയിൽ കയറിയിട്ടുണ്ടാവാം, വേക്കൻസി വരാം. കമ്മ്യൂണിറ്റി അതിൻ്റെ ഭാഗമായി കയറിയതിൻ്റെ ഭാഗമായിട്ട് മെറിറ്റ് സീറ്റുകളിൽ വേക്കൻസികൾ വരാം. മാനേജ്മെന്റ് കോട്ടകളിലേക്ക് അഡ്മിഷൻ എടുത്തപ്പോൾ അവിടെ കുറേ കുട്ടികൾ ജനറൽ മെറിറ്റിൽ ടെർമിനേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയിട്ട് അങ്ങനെയുള്ള വേക്കൻസികൾ വരാം. അങ്ങനെ മറ്റു ജില്ലകൾ, ഇന്റർ ഡിസ്ട്രിക്ട്, അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് കുറച്ച് വേക്കൻസികൾ വരും, സ്വാഭാവികമാണ്. ഫസ്റ്റ് മുഖ്യ അലോട്ട്മെന്റ് കഴിയുമ്പോൾ, മുഖ്യ അലോട്ട്മെന്റിലെ 3 അലോട്ട്മെന്റുകൾ കഴിഞ്ഞാൽ കുറച്ച് സീറ്റുകൾ വേക്കൻസി ഉണ്ടാവും. ആ സീറ്റുകളിലേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളിൽ സീറ്റ് ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂളിലാണ് നിങ്ങളിവിടെ പെട്ട് കിടക്കുന്നുണ്ടാവുക. അത് അങ്ങനെ ഓപ്ഷൻ കൊടുത്തത് കൊണ്ടാണ്, അങ്ങനെയുള്ളത് കൊടുക്കരുത്. അപ്പോൾ അത്തരം സ്കൂളുകളിലൊക്കെ വേക്കൻസികൾ ഉണ്ടാവും. അവർക്ക് അവിടേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റാണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ട് എവിടെയും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്കാണ് ഈ സപ്ലിമെന്ററിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ സപ്ലിമെന്ററിയിൽ നിങ്ങൾ നിങ്ങളുടെ അപേക്ഷകൾ പുതുക്കുന്നു. ഇനി അപേക്ഷിക്കാൻ കഴിയാതെ പോയവർ, സേ എഴുതിയിട്ടൊക്കെ വരുന്നവരുണ്ടാവുമല്ലോ, അവർക്കും ഈ സപ്ലിമെന്ററിയിൽ കൊടുക്കാം. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേക്കൻസി ഉള്ള സ്കൂളുകളൊക്കെ തിരഞ്ഞുപിടിച്ച് ആ സ്കൂളുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. അങ്ങനെ അപേക്ഷ കൊടുത്തു, അവിടെ അഡ്മിഷൻ കിട്ടിയതിന് ശേഷമാണ് പിന്നീട് ട്രാൻസ്ഫറുകൾ നടക്കുകയുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ, ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറുകളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ അലോട്ട്മെന്റ്, ഈ സിംഗിൾ വിൻഡോ അപേക്ഷകൾ കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരിക്കലും അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സ്കൂളോ കോമ്പിനേഷൻസോ കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു, ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ എന്ന് പറയുന്നത് എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തു എന്നിട്ട് ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷമായിരുന്നു പിന്നെ സപ്ലിമെന്ററി വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ വർഷമോ അതിന് മുൻ വർഷങ്ങളിലൊന്നുമായിട്ട് അങ്ങനെയല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂളോ കോമ്പിനേഷൻസോ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിൽ വേക്കൻസികളുള്ള സപ്ലിമെന്ററി അപേക്ഷയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെക്കാൾ മാർക്ക് കുറഞ്ഞ ആളുകൾ അവിടെ കയറി അങ്ങോട്ട് പോകുമ്പോൾ നിരാശയൊക്കെ ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതായിരുന്നു പ്രധാനമായിട്ട് വന്ന ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ആൻസർ, അതിൻ്റെ ക്ലാരിറ്റിയാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ അറിയേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഏതായിരുന്നാലും അപേക്ഷകളൊക്കെ കൊടുക്കുക. ജൂൺ 3-ാം തീയതി വരെയാണ് സമയം. ജൂൺ 3-ാം തീയതിയിലേക്ക് കാത്തു വെക്കേണ്ട, അതിന് 1-2 ദിവസം മുന്നൊക്കെ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആക്കുക. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് മാത്രം കിട്ടുമെന്ന് കരുതിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കാണിക്കരുത്. അത് കിട്ടിയില്ലെങ്കിൽ അഡ്മിഷൻ ഡിലേ ആവുന്നതിന് കാരണമാകും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അപേക്ഷകൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
അർഹിക്കുന്ന സീറ്റുകളിൽ ലഭിക്കും. എല്ലാവിധ ആശംസകളും ഓൺലൈൻ ക്ലാസ് റൂം നേരുകയാണ്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ.